ദൈവത്തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ദൈവം ഒരു സുദിനം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നു. ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാം സങ്കീർത്തന പുസ്തകത്തിൽ 105 സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന ആ സംഭവത്തിൽ യോസഫിന് അവിടെ കടന്നു വരുന്നതായിട്ട് കാണുന്നു. യോസഫിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പ്രതിപാദിച്ചത്. യോസഫിൻ്റെ ജീവിതം അത്ഭുതകരമായൊരു സാക്ഷ്യമാണ്, അതിശയകരമായ. യോസഫ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് പഴയ നിയമം നമ്മൾ കാണുന്നത്. അത് പൊരുളായി കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം സദൃശ്യമില്ല, അതിനകത്ത് ചില കാര്യങ്ങൾ അത് സദൃശ്യവൽക്കരിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ സങ്കീർത്തനം 105 നമ്മൾ കണ്ടത് 17 വാക്യം മുതലാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 20 വാക്യം വരെയാണ് ചിന്തിച്ചത്. 17 തന്നെ പറയുന്ന, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ ഒരു ദാസനായി വിറ്റുവല്ലോ. അപ്പോൾ വലിയ ഉന്നത അധികാര ശ്രേണിയിലെത്തുമെന്നാണ് സ്വപ്നമെങ്കിലും ഇവിടെ വിൽക്കുന്നത് ദാസനായിട്ട് വിറ്റ്, സെർവൻറ്റ് ആയിട്ട് വിൽക്കുകയാണ്, ദാസനായിട്ട് വിൽക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതി. കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ ദാസവേഷം എടുത്തു വന്നു എന്നാണ് പറയുന്നത്, അല്ലേ? ദാസവേഷം എടുത്തു. ദാസനെ പോലെ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുകയാണ്. അതൊരു പുതിയ അതൊരു സർവീസ് ഷിപ്പാണ്. അതൊരു പുതിയ കർത്താവിൻ്റെ വഴി, ഒരു ആശ്ചര്യകരമാണ്. ലോകത്തിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ളതാണ് കർത്താവിൻ്റെ. അത് എന്നാ പറയുന്നത്, അത് യുണീക്കാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായതാണ്. അതിന് സാമ്യമുള്ളത് മറ്റൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവാണ് അത് പഠിപ്പിച്ചത്. ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് താഴ്മയും എല്ലാം കർത്താവോട് കാണിക്കുകയാണ്. ഇവിടെ യോസഫിനെ ദാസനായിട്ടാണ് വിൽക്കുന്നത്. പക്ഷേ ഈ യോസഫ് അവിടെ സകല അധികാരിയായിട്ട് അവിടെ വെളിപ്പെടുകയായി തുടർന്ന് വരികയാണ്. കർത്താവായ യേശുക്രിസ്തു ദാസനായി വിറ്റുമെങ്കിൽ, കഴുതപ്പുറത്ത് വന്നുവെങ്കിൽ അവൻ രാജാവായി വീണ്ടും വരും. അതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ ഒരു ദാസനെ മുൻപ് കൂട്ടി ദൈവം അയച്ചതാണെന്ന് പറയുന്നത്. അത് യോസഫ് തന്നെ തൻ്റെ ജീവിതത്തിൽ അവസാനം പറയുന്നുണ്ട്. ഈ സഹോദരങ്ങളൊക്കെ, അതായത് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിലാണ് മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കണ്ടിട്ട് സഹോദരന്മാരെ അങ്ങോട്ട്, ഈ മക്കളെ യാക്കോബ് അയക്കുന്നത്. 10 പേരെ അയക്കുക. ബെന്യാമിനെ മാത്രം കൂടെ അയക്കുന്നില്ല. ബെന്യാമിനാണ് ഏറ്റവും ചെറുപ്പം. ബെന്യാമിനെ അയക്കുന്നില്ല. ബെന്യാമീൻ വാത്സല്യപുത്രനായി യാക്കോബിനോട് കൂടെ ഉണ്ട്. യോസഫിൻ്റെ ദുഃഖമുണ്ട് യാക്കോബിന്, എങ്കിലും ബെന്യാമിനിൽ ആശ്വാസം കണ്ടെത്തുകയാണ് യാക്കോബ്. ഈ യോസഫിൻ്റെ ജീവിതം വളർന്നു വരുമ്പോൾ തന്നെ 37 അധ്യായത്തിലാണ് തുടങ്ങുന്നത്. നിങ്ങളത് വിശദമായിട്ട് വായിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ ഒരു സ്വപ്നം കണ്ടു എന്ന പേരിൽ ആ സ്വപ്ന വ്യാഖ്യാനം നടത്തിയപ്പോൾ 37 അധ്യായം 4 വാക്യത്തിൽ അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു എന്ന് എഴുതുന്നുണ്ട്. പിന്നെ അതിൻ്റെ 5 വാക്യം അവസാനിക്കുമ്പോൾ അധികം പകച്ചു എന്ന്. പിന്നെ 8 വാക്യം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അധികം ദ്വേഷിച്ചു എന്ന് കാണുകയാണ്. പിന്നീട് 11 വാക്യത്തിലേക്ക് വരുമ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്ന് പറയുകയാണ്. അങ്ങനെ പടിപടിയായി ഗ്രാജുവലായിട്ടാണ് അവരുടെ യോസഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റം വരുന്നത്. ഒടുവിൽ അവനെ അപായപ്പെടുത്തുകയാണ്. അവർ കുഴിയിലിട്ട് കളയുന്നു, ഒരു കാട്ടുമൃഗം കടിച്ചു കയറി കളഞ്ഞു എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ അവിടെ തിന്മയുടെ ആ അജിരേണയുള്ള ആ വളർച്ച നമ്മളവിടെ കാണുക. പകച്ചു, അധികം പകച്ചു, ദ്വേഷിച്ചു, പിന്നെ അസൂയപ്പെട്ടു. അതൊക്കെയാണ് യോസഫിനെ അങ്ങനെ. പക്ഷേ ഇതെല്ലാം ഈ കരയുന്നുണ്ട് യോസഫ് ആ കുഴിയിൽ. കരഞ്ഞ് അത് സഹോദരന്മാർ പിന്നീട് അവർ ചെല്ലുമ്പോൾ അവർ പറയുമ്പോൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ സഹോദരൻ നമ്മോട് പ്രാണന് വേണ്ടി കെഞ്ചി യാചിച്ചിട്ട് നാം അവൻ്റെ കരച്ചിൽ കേട്ടില്ലല്ലോ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ യോസഫ് അങ്ങനെ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. എന്നിട്ടും പക്ഷേ യോസഫ് അത് ഈ സഹോദരങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അധികാരമുള്ളവനായിട്ട് യോസഫാണ്. പക്ഷേ യോസഫ് അവരോട് പ്രതികാരം ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അവർ ഭയപ്പെട്ടപ്പോഴും യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ അവിടെ പറയുകയാണ്, 5 വാക്യം 45:5 പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. ഉണ്ട്, അവരോട് പറയാം, നിങ്ങൾ വിഷമിക്കേണ്ട. അവർ ഇപ്പോൾ വിറച്ചു പോയി നിൽക്കുക. കാരണം എന്ത് ചെയ്യാൻ യോസഫിന് അധികാരമുണ്ട്. വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇങ്ങനെ ഈ ക്ഷാമം ഉണ്ടാകുമെന്നും നിങ്ങളെ പോറ്റണമെന്നും ഒക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവം മുന്നമേ എന്നെ അയച്ചതാണ് എന്ന് പറയുന്നത് കണ്ടോ.
ദേശത്ത് ക്ഷാമമുണ്ടായിട്ടിപ്പോൾ 2 സംവത്സരമായി ഒഴിവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. കണ്ടോ? അപ്പോൾ ആ പൊട്ടക്കുഴിയിടാനും ഒക്കെ ദൈവം അനുവദിച്ചത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ ഡീഡ്സ്, ആ പ്രവൃത്തിയിൽ അവർ ചെയ്തത് തെറ്റാണ്. പക്ഷേ അതിൽ കൂടെ വന്ന നന്മയിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി അതിനകത്തുണ്ടായിരുന്നു എന്ന് കാണുന്നു. ദൈവിക പദ്ധതിയിൽ അങ്ങനെയാണ് പലപ്പോഴും. അവർ ചെയ്ത തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ തെറ്റായിരിക്കാം, പക്ഷേ ആ തെറ്റ് ആ ഒരു പ്രവൃത്തി അത് നന്മയ്ക്കായിട്ട് ദൈവം മാറ്റിമറിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതിയാണ്. യോസഫിന് അവരോട് പിണക്കമൊന്നും തോന്നില്ല. ആദ്യം യോസഫ് മറിച്ചാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ വിശദമായിട്ടത് ആ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്കൊന്ന് 37 മുതലുള്ള അധ്യായങ്ങളിൽ ഈ കാര്യങ്ങളുടെ വിവരണങ്ങളാണ് കാണുന്നത്. യോസഫ് എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്. ആദ്യം അവർ തിരിച്ചറിയാത്ത പോലെ ദ്വിഭാഷി മുഖാന്തരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ അറിയാത്തതുപോലെ. യോസഫിനല്ല അവരുടെ ഭാഷയൊക്കെ അറിയാമല്ലോ. അറിയാത്തതുപോലെ ഭാവിച്ചു. എന്നിട്ട് അവരെ വിവരങ്ങൾ വിശദീകരിച്ച് ചോദിച്ചു. യോസഫിനെ കണ്ടുകൊണ്ട് അവർ മനസ്സിലായി അവർ സഹോദരങ്ങളാണെന്ന്. പക്ഷെ യോസഫിനെ മനസ്സിലായില്ല. കാരണം ഈ മിസ്രൈമിയ അവിടുത്തെ അധികാരികൾക്ക് ഒരു സ്പെഷ്യൽ, നമ്മൾ ഫറോൻ്റെയൊക്കെ ഈ വേഷമൊക്കെ കണ്ടാൽ അറിയാം, ഈജിപ്ഷ്യൻ ഡ്രസ് കോഡ് വ്യത്യസ്തമാണ്, ഇസ്രായേലിലെ പോലെയല്ല. അവർ ഒരു ഫോർഫാദേഴ്സ്, പിതാക്കന്മാരെ പോലെ ഇങ്ങനെ അവരുടെ ജീവിത രീതി, അവരുടെ ആകൃതിയും ആകാരവും അല്ലെ അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ വ്യത്യസ്തമാണ്. ഈജിപ്ഷ്യൻ ഇത് വ്യത്യസ്തമാണ്. അതും ഒഫീഷ്യൽ അധികാരികളുടെ വേഷം കൂടുതൽ അവർ മനസ്സിലാക്കാൻ പ്രയാസമായിട്ട് വരികയാണ്. പക്ഷേ യോസഫ് അവർക്ക് തന്നെ പതിയെ ഗ്രാജുവലായിട്ട് വെളിപ്പെടുത്തുകയാണ്. ആദ്യം അവർ തിരിച്ചു വിടുന്നു, പിന്നെ അവരുടെ സഞ്ചി ചില നാണയങ്ങളും പാനപാത്രവും എല്ലാം വെച്ചിട്ട് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഒടുവിൽ വെളിപ്പെടുത്തുമ്പോൾ അവർ ഭയന്ന് പോയി, വിറച്ചുപോയി. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളല്ല, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ അയച്ചെന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 17-ാമത്തെ വാക്യം, സങ്കീർത്തനം 105:17, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനാവിറ്റുവല്ലോ. എന്നിട്ട് യഹോവയുടെ വചനം നിവൃത്തിയാകാൻ വേണ്ടി ചില പ്രോസസ്സ് കൂടെ ദൈവം കടത്തിവിടുകയാണ്. ആ ദൈവത്തിൻ്റെ വഴിയാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. ആ സമയം വരെയും യോസഫിനെ എന്നിട്ട് അവിടെ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും കാലുകൾ വിലങ്ങുകൾ ബന്ധിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ സമയം വന്നപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ രാജാവാളയച്ചവനെ വിടുവിച്ചു, ജാതിയുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നിട്ട് ഈ സ്വതന്ത്രനാക്കിയിട്ട് എങ്ങോട്ടാണ് ദൈവം നടത്തിയത്? അതാണ് അത്ഭുതം. തുടർന്ന് അവിടെ കാണുകയാണ്, അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിന് അധിപതിയായും നിയമിച്ചു. അത് മാറുകയാണ്, പദവി മാറുകയാണ്. ദാസനായിരുന്ന ആ പദവിയിൽ നിന്ന് അധികാരത്തിലേക്ക് ദൈവം അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഫറവോൻ സിംഹാസനം കൊണ്ട് മാത്രം യോസഫിന് മുകളിൽ, പക്ഷേ എല്ലാ അധികാരങ്ങളും യോസഫിന് മേൽ വന്നു ചേർന്നു. കാരണം ക്ഷാമകാലത്ത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് രാജാവ് പറയുകയാണ്. രാജാവ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യോസഫ് പറയുന്നുണ്ട്, ആകയാൽ ഇത് തരണം ചെയ്യാൻ പറ്റിയ ഒരാളെ രാജാവ് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ള യോസഫിനെ പോലെ മറ്റൊരുത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് യോസഫിനെ തന്നെ നോമിനേറ്റ് ചെയ്യുകയാണ്. അതെല്ലാവരും അംഗീകരിക്കുകയാണ്. രാജാവ് തിരഞ്ഞെടുക്കുകയാണ്, യോസഫിനെ തന്നെ അധിപതിയാക്കുകയാണ്. പിന്നെ യോസഫിന് അതിൻ്റെ വിവേകം കൊടുക്കുക. യോസഫ് ഭണ്ഡാരശാലകൾ നിർമ്മിക്കുക, സ്റ്റോർ ഹൗസസ് ഉണ്ടാക്കി. അപ്പോൾ സമൃദ്ധിയായിട്ട് 7 വർഷം സമൃദ്ധിയായിട്ട് വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ആ സമൃദ്ധിയായ വെള്ളമെല്ലാം കൂട്ടി ഈ സ്റ്റോർ ഹൗസസിലാക്കി. തുടർന്ന് ക്ഷാമകാലം അതിനെ തരണം ചെയ്യുവാനായിട്ട്, തുടർന്ന് വരുന്ന 7 വർഷത്തെ ക്ഷാമകാലം തരണം ചെയ്യുവാൻ 7 കാലത്തെ സമൃദ്ധി അത് യോസഫ് ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പാഠങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകളിൽ നമുക്ക് നിക്ഷേപം സ്വരൂപിക്കാനായിട്ട് സാധിക്കണം. അത് സ്പിരിച്വൽ ഇതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളുള്ളപ്പോൾ, ഇപ്പോൾ യൗവനം എന്നൊക്കെ പറയുന്ന, യൗവനക്കാർ കേൾക്കുന്നുണ്ട്, യൗവനം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ നല്ല കാലങ്ങളാണ്. സമയമുണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, നല്ല ഓജസ്സുണ്ട്, എല്ലാത്തിനും ശക്തിയുള്ളപ്പോൾ അത് നല്ലതിനു വേണ്ടി നമ്മൾ നിക്ഷേപിച്ചാൽ, നല്ലത് സ്വരൂപിച്ചാൽ, നന്മ സ്വരൂപിച്ചാൽ, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ക്ഷാമകാലം വരും. എപ്പോഴാണ് ക്ഷാമകാലം? വാർദ്ധക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ക്ഷാമമാണ് പലതിനും ക്ഷാമം. കാഴ്ചയ്ക്ക് ക്ഷാമം, കേൾവിക്ക് ക്ഷാമം, ബലത്തിന് ക്ഷാമം, ആരോഗ്യത്തിന് ക്ഷാമം ഒക്കെ വരും. ആ ക്ഷാമകാലത്ത് ഈ നമ്മുടെ ക്ഷേമകാലത്ത്
സ്വരൂപിച്ച് വെച്ചതെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ദൈവിക നന്മകളും ദൈവിക അനുഭവങ്ങളും എല്ലാം ഭൗമിക ജീവിതത്തിൽ ഇങ്ങനെ തന്നെ കാണാം. തൻ്റെ കുടുംബക്കാർക്കും തനിക്കും വേണ്ടി ചരതിച്ച് വെക്കാത്തവൻ വിശ്വാസം ചതിച്ച അവിശ്വാസിയേക്കാൾ അധമനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അത് ക്ഷേമകാലത്ത് അത് ധൂർത്തടിക്കാതെ അത് സ്വരൂപിച്ചു വെക്കുവാനുമായിട്ടുള്ളൊരു മുൻ സൂചന ദൈവം നമുക്ക് തരുന്നുണ്ട്, ഉപദേശങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. മനോഹരമായിട്ട് ഇവിടെ യോസഫിൻ്റെ ദൈവം നടത്തുന്നു. യോസഫിന് ശോധന വരുന്നു. ശോധനയൊക്കെ കഴിഞ്ഞെല്ലാം ടെസ്റ്റൊക്കെ പാസ്സായി. അതാണ് ദൈവത്തിൻ്റെ പരീക്ഷ. ജീവിതത്തിലെ അനുഭവങ്ങളാകുന്ന പരീക്ഷകളെല്ലാം പാസ് ചെയ്ത് അതൊക്കെ വിജയിച്ച് യോസഫ് വിജയ സോപാനങ്ങളിലേക്ക് കയറുകയാണ്. പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയിൽ നിന്നും പ്രിസൺ തടവറയിൽ നിന്നും പാലസ് കൊട്ടാരത്തിലേക്ക്. ഇതാണ് ദൈവത്തിൻ്റെ വഴികൾ. പെർസിക്യൂഷനുണ്ട്, അവിടെ പീഡകളുണ്ട് അല്ലേ? തടവറയിലൊക്കെ പോത്തിഫറിൻ്റെ ഭാര്യയുടെ പെർസിക്യൂഷൻസ്, പീഡകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് ദൈവ പദ്ധതിയിലേക്കുള്ള പൂർത്തീകരണം. രാജാവ് ആളെ അയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതിയെ സ്വാതന്ത്ര്യമാക്കി. അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിന് അധിപതിയായി നിയമിച്ചു. ആ നിയമം നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ക്ഷാമം വരികയാണ്. ആ ക്ഷാമകാലത്ത് ഈ യാക്കോബും കുടുംബവും മിസ്രൈമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ആ ക്ഷാമകാലത്ത് യോസഫ് തന്നെ വെളിപ്പെടുത്തി അവർക്ക് ധാന്യമൊക്കെ നൽകി അവർ യാക്കോബിനെ മിസ്രൈമിലേക്ക് വിളിച്ചുകൊണ്ട് വരിക. യോസഫ് അയക്കുന്ന രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമെന്ന് പറയുന്നത്. കാരണം അവരൊക്കെ പറഞ്ഞിട്ടൊന്നും വിശ്വസിച്ച്, യോസഫ് ജീവനോടിരിക്കുന്നു പറഞ്ഞിട്ട് യാക്കോബിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവനയച്ച രഥങ്ങൾ, ഫറവോൻ്റെ രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. ഞാൻ എൻ്റെ മകനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രഥത്തിൽ കയറി ഇസ്രായേൽ 70 ദേഹികളായിട്ട് അവർ 70 പേരാണ് ഈ മിസ്രൈമിലേക്ക് പോകുന്നത്. അവിടെ മിസ്രൈമിൽ ചെന്ന് തുടർന്ന് മിസ്രൈമിലെ വാസമാണ് നമ്മൾ കാണുന്നത്. അവിടെ അവർ പെരുകുകയാണ്. അപ്പോൾ 23-ാമത്തെ വാക്യം, അപ്പോൾ ഇസ്രായേൽ മിസ്രൈമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർത്തു. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. അവർക്കൊരു ദേശം കൊടുക്കുകയാണ് ഫറവോൻ. ആ ദേശത്ത് അവർ പാർക്കുക, സഹോദരങ്ങളെല്ലാം പാർക്കുക. അവരവിടെ വർദ്ധിച്ചു പെരുകുവാൻ തുടങ്ങി. അവർ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കിയെന്ന് പറയുന്നത്. അത് പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ് എന്താണ്? ആ ദൈവത്തിൻ്റെ വഴി നടത്തിപ്പും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതിയും. ആ ശോധന വരികയും ചെയ്യുവോളം, ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളം അവന് ശോധന വന്നു. അതെല്ലാം യോസഫ് ദൈവത്തോടു കൂടെ തരണം ചെയ്ത് ദൈവിക പദ്ധതി അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, തൻ്റെ രക്ഷ മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ. നമ്മൾ ചിന്തിക്കുന്നത് സേവ് അതേഴ്സ് എന്ന് പറയും. മറ്റുള്ളവരെയും കൂടെ രക്ഷിക്കാനാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്, നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷാകര പദ്ധതിയിൽ മറ്റുള്ളവരുടെ രക്ഷയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചിന്തയിൽ നമ്മളെ തന്നെ ദൈവങ്ങളിൽ വിട്ടുകൊടുക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ അതിശയകരമായ വഴികളിൽ കൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം മുമ്പോട്ട് പോകാൻ അതിനുള്ള തടസ്സങ്ങളെല്ലാം, പ്രതിബന്ധങ്ങളെല്ലാം ദൈവം തന്നെ മാറ്റും. ദൈവം തന്നെ പദ്ധതി പൂർത്തീകരിക്കും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, യോസഫിൻ്റെ ജീവിതം ഞങ്ങൾക്കൊരു മുൻ മാതൃകയെന്ന വണ്ണം ദൈവിക പദ്ധതി എങ്ങനെ നിവൃത്തീകരിക്കപ്പെടുന്നു അതിന് മനുഷ്യബുദ്ധിയിലല്ല നിങ്ങൾ കണ്ടു കർത്താവേ. അത് അത്ഭുതമേറിയ വഴികളിൽ കൂടെ ഒരു മനുഷ്യനും ഒരു മനുഷ്യ മനസ്സിനും ബുദ്ധിക്കും ചിന്തിക്കാനോ ഗ്രഹിക്കാനോ പറ്റാത്ത രീതിയിൽ അതിശയകരമായി അവിടുന്ന് വഴി നടത്തി. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അതിന് സമാനമായി അവിടുത്തെ പദ്ധതിക്കായി സമർപ്പിക്കുന്ന കർത്താവേ, എന്നോളം നല്ല കൃപകൾക്കായി സ്തുതി. തുടർന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് യോസഫിൻ്റെ പൊരുളായി വന്ന കർത്താവായ യേശുവേ, അവിടെ ഞങ്ങളെ വീണ്ടെടുപ്പുകാരനായി, ഞങ്ങളുടെ രക്ഷകനായി അവിടുന്ന് ഇന്ന് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യോസഫ് തൻ്റെ സഹോദരങ്ങളെ രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ രക്ഷകനെല്ലാം നന്ദിയും മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. സിംഹത്തെ ചവിട്ടിയിടിലും സർപ്പത്തെ മെതിച്ചിടിലും സ്നേഹത്തിൽ നീ എന്നോടൊത്തി നിന്നതാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. എൻ നാമത്താൽ നീ രക്ഷ നേടിടും.